ഹേ ഗായ്സ്, അപ്പം എല്ലാവർക്കും അബുസൂവിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളാണെങ്കിൽ ഇന്ന് മുതുകോര കയറാൻ വേണ്ടി പോവാണ്. അപ്പം കേടി ഒരു 5 മിനിറ്റ് ആയതേ ഉള്ളൂ. അപ്പോഴത്തേനുമാണ് നമ്മളാണെങ്കിൽ വ്ളോഗ് എടുത്തേക്കാം എന്ന് വിചാരിച്ചത്. കാരണം നമ്മളാണെങ്കിൽ വന്നപ്പോഴത്തേനും ഫോണിൽ ചാർജും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ പവർ ബാങ്ക് കുത്തി ആണ് നമ്മളാണെങ്കിൽ ചാർജും കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പം നമ്മളാണെങ്കിൽ പൊക്കത്തെത്തുന്നതിന് മുമ്പ് ചാർജ് തീർന്നാൽ ഇതിൻ്റെ ബാക്കി വീഡിയോസും കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ലായിരിക്കും. അപ്പം നമ്മൾ ഇത് കയറിക്കൊണ്ടിരിക്കണം. പിന്നെ മുതുകോര വരുമ്പോഴത്തേനും ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ പഴയ റോഡിൽ കൂടിയല്ല, പഴയ ട്രക്കിംഗ് സ്പോട്ടിൽ കൂടിയല്ല നിങ്ങളിപ്പോൾ പോകുന്നത്. അവിടെ ഇപ്പം റിസോർട്ട് വന്നതുകൊണ്ട് അവിടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആക്കിയേക്കുക. അതുകൊണ്ട് അത് കഴിഞ്ഞ് കുറച്ചുകൂടി പ്രൈസ് നമ്മളിതാ പൊക്കത്തൊക്കെ കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജ് തീർന്നു. സോ നമ്മൾ ക്യാമറ എടുത്തേക്കുവാണ്. അതാണ് മറ്റേത് പറയാൻ വേണ്ടി കട്ടായത്. അപ്പം ആ പഴയ വഴി കൂടെ റിസോർട്ടും കാര്യങ്ങളും വന്നതുകൊണ്ട് അതവർ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആക്കിയേക്കുവാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി വരുമ്പോഴത്തേനും റിസോർട്ടിൽ നിന്ന് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേനും ഒരു 10 മീറ്റർ ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേനും ലെഫ്റ്റ് സൈഡിലായിട്ടൊരു ചെറിയൊരു വഴി കാണാം, തുണ്ട് പോലത്തെ. ആ വഴി കയറി വേണം ഇനി വരാൻ. ഇത് കയറി കഴിയുമ്പോഴത്തേനും ഞാൻ പറയാം എങ്ങനെയുണ്ട് കാര്യങ്ങളെന്നൊക്കെ. അതുകൊണ്ടോ ഇതാണ് വഴിയും കാര്യങ്ങളൊക്കെ. ഇത് ലോക്കൽ വഴി അത്രേ ഉള്ളൂ. വലുതായിട്ട് എക്സ്പെക്റ്റ് ഒന്നും ചെയ്യും. നമ്മൾ തീരുവാണ്. വെള്ളമൊന്നും എടുത്തിട്ടില്ല, വെള്ളമൊക്കെ എടുക്കാൻ മറന്നുപോയി. അപ്പം നമ്മൾ പൊക്കത്ത് കയറിക്കൊണ്ടിരിക്കുകയാണ്. കയറിയിട്ട് കാഴ്ചകളിലേക്ക് കാണാം. അപ്പോൾ കയറുന്ന വഴി കൂടെ കുറച്ച് ഇരിക്കാൻ പറ്റിയ സ്പോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കയറി മടുത്ത് വരുമ്പോഴത്തേനും ഇവിടെയൊക്കെ വന്ന് നിന്നാൽ മതി. കോടയില്ലാത്ത ടൈമിൽ നിങ്ങൾക്ക് അവിടെ മലയൊക്കെ കാണാം. ഇവിടെ ഇപ്പോൾ ഫുള്ള് കോടയാണ്, കോടയും കാര്യങ്ങളൊക്കെ. വിഷ്വൽ ബ്യൂട്ടി അല്ലടാ വിഷ്വൽ. ഗൈസ്, നമ്മൾ സ്ഥലം എത്തിയെന്ന് തോന്നുന്നു കേട്ടോ. അപ്പം നമുക്ക് ഇരിക്കാൻ പറ്റിയ സ്ഥലമല്ല, ഇതാണ് സ്ഥലമെന്ന് തോന്നുന്നു. ട്രക്കിംഗ് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് വലിയ ഇത്ര ഉള്ളെന്നൊന്നും വിചാരിച്ചില്ല. ഇതുണ്ടോ, അപ്പം കോട ആയതുകൊണ്ട് ഇത് തന്നെയാണോ എന്നും അറിയത്തില്ല കേട്ടോ. അപ്പം കേട് കാണുമ്പോഴത്തേനും കാലൊക്കെ വേണമെന്ന് നോക്കിക്കോ. കാലിലൊക്കെ ചിലപ്പം അട്ടയിരിക്കും. ഇതുണ്ടോ, അവൻ്റെ കാലിൽ ചോരയും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അട്ടയില്ല. 2 കൊല്ലമുണ്ടല്ലോ. അല്ല, നീ മറ്റേ വീണതിൻ്റെ ആയിരിക്കോടാ. തെന്നിയില്ലായിരുന്നോ? അപ്പോൾ ഗൈസ്, നമ്മളാണെങ്കിൽ പൊക്കത്തെത്തിയപ്പം 2 ഇതായിട്ട് തിരിയുന്നുണ്ട്. അതായത് നമ്മൾ സെൻറ്ററിൽ നിൽക്കുമ്പോഴത്തേനും ലെഫ്റ്റിലായിട്ടും റൈറ്റിലായിട്ടും ഒരു വഴിയുണ്ട്. അപ്പം നമ്മൾ ലെഫ്റ്റിലുള്ള വഴി കൂടെ കയറിയപ്പോഴത്തേനും വേണ്ടേ ഈ കാഴ്ചകളാണ്. നല്ല രസമാണ് അവിടെ. അതായത് ഇതാണോ മറ്റേ മുതുകോരമലയുടെ ഏറ്റവും ടോപ്പ് വ്യൂ എന്ന് അറിയത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഫുള്ള് കോട നിറഞ്ഞ് നിൽക്കുന്നത് കൊണ്ട് കറക്റ്റായിട്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല. പക്ഷേ ഇത് ഇത്ര ഉള്ളെന്ന് തോന്നുന്നു. ഫ്രണ്ടിലോട്ട് വഴിയും കാര്യങ്ങളും ഇല്ല. പിന്നെ വഴിയുള്ളതെന്ന് പറഞ്ഞാൽ ഈ 2 സൈഡിലാണ് വഴിയുള്ളത്. ഐ തിങ്ക് ഏതെങ്കിലും സൈഡിൽ കൂടെ പോകുമ്പോഴത്തേനും ടോപ്പിലെത്തുമോ എന്നും അറിയത്തില്ല. പക്ഷേ ഇത് നിങ്ങൾ വരുവാണെങ്കിൽ വാ. ട്രക്കിംഗ് ഉണ്ട്. ഒരു അരമണിക്കൂർ കാണും. 2 മണിക്കൂർ ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ കാണും. പിന്നെ വരുന്നവരൊക്കെ സൂക്ഷിച്ച് നിൽക്കാൻ നോക്കുക. പൊക്കയും കാര്യങ്ങളാണ്. മഴയത്ത് വരുവാണെങ്കിൽ പായലും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തെന്നാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മളാണെങ്കിൽ കുറച്ച് നേരം ഇവിടെയൊക്കെ ഇരുന്ന് എൻജോയ് ഒക്കെ ചെയ്തിട്ട് പിന്നെ വീട്ടിലുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും സ്പോട്ട്. ഇപ്പം സമയം കാറ്റ് വീശുന്നുണ്ട്, കോടയും കാറ്റും. അതാണ് ഒരു ഫീൽ. പക്ഷെ വെയിലത്ത് വന്ന് നിങ്ങൾ ഭയങ്കരമായിട്ട് മടുക്കുമായിരിക്കും. പക്ഷെ ഇത് ഭയങ്കര സുഖമാണ്. നമ്മളാണെങ്കിൽ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും മഴയുണ്ടായിരുന്നു. അതിന് അത്യാവശ്യം നല്ല രീതിയിൽ കോടയും കാര്യങ്ങളൊക്കെ. ഗായ്സ്, അപ്പം എന്താണ്ടേ
പൊക്കത്തേക്ക് നമുക്ക് ഇനിയും പോകാൻ വേണ്ടിയുള്ളൂ. നമ്മളിവിടെ വന്നിട്ടൊരു 1.5 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴത്തേനുമാണ് ഇത് തെളിഞ്ഞു വന്നത്. ഇത്രയും തെളിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ടും കൂടെ പോയി നോക്കാം എന്താണ് അവിടെ ഉള്ളതെന്ന് നോക്കാം. ഇതാണ് നമ്മൾ അടയാളം വെച്ചിട്ട് പോവാണ് കേട്ടോ. ഇതാണ് വന്ന വഴി, നമ്മൾ കയറി വന്ന വഴി ഇതാണ്. അപ്പം ഇങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. ആദ്യം ലെഫ്റ്റിലോട്ടാണ് പോയത്, ഇനി റൈറ്റിലോട്ട് പോകാൻ വേണ്ടി പോവാണ്. തിരിച്ചു വരുമ്പോഴത്തേനും ആരെങ്കിലും എടുത്തുകൊണ്ട് പോയില്ലെങ്കിൽ ഈ സാധനം കാണാം. അപ്പം നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അടിപൊളി സ്ഥലം കേട്ടോ. അയ്യോ, അപ്പം അധികം ട്രക്കിങ്ങും കാര്യങ്ങളും ഇല്ല. പിന്നെ ഞങ്ങൾ വന്ന വഴിയും മാറിപ്പോയാണ് ഞങ്ങൾ വന്നത്. കറക്റ്റ് എവിടെയാണെന്ന് പറയാനും അറിയത്തില്ല കേട്ടോ. ഓരോ വഴി കയറി അങ്ങ് വന്നതാണ്. അപ്പം പൊക്കത്ത് ഇതിലും നല്ല വ്യൂ ഉണ്ടോ എന്ന് നമുക്ക് പോയി നോക്കണം. പോയി തന്നെ നോക്കണം, അല്ലാതെ വേറെ ഓപ്ഷനും കാര്യങ്ങളൊന്നും ഇല്ല. ഭയങ്കര പുല്ല്, സാധാ ഒരു മരം വച്ചേക്കുന്ന പോലത്തെ ഒരു ഇതായി. നമ്മൾ കയറി വന്നതുപോലത്തെ ഒരു രീതിയിൽ സ്പോട്ടായി. നമുക്ക് പോയി നോക്കാം. അപ്പം നമ്മൾ അവിടെ എത്താറായെന്ന് തോന്നുന്നു. ഇത് വലിയ ട്രക്കിംഗ് ഒന്നും ഇല്ല കേട്ടോ, ചെറിയ രീതിയിൽ. ഇതാണ് സ്ഥലം. അങ്ങോട്ട് വഴി ഉണ്ടോ? വഴിക്കൊക്കെ കിടപ്പുണ്ട് ഗൈസ്. ഇതിൻ്റെ അറ്റവിടെയാ. അയ്യോ, അപ്പോൾ ഗൈസ് നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തിയില്ല കേട്ടോ. ഇതുകൊണ്ടോ വഴി ഇനിയും കിടപ്പുണ്ട്. കോട കാരണം നമ്മൾ കണ്ടില്ല ഇങ്ങോട്ട് ഇത്രയും ഹൈറ്റുള്ള കാര്യം. ജസ്റ്റ് നമ്മൾ പോയി നോക്കാൻ വേണ്ടി പോവാം. സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് കയറി വരുന്ന അവിടെ റെസ്റ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് വരാവുന്നേ ഉള്ളൂ. അപ്പം അധികം മടുക്കത്തില്ല നമ്മൾ. ഹേ ഗായ്സ്, അപ്പം നമ്മൾ പൊക്കത്ത് കയറിയില്ല കേട്ടോ. പൊക്കത്ത് കയറിയപ്പോഴത്തേനും ഒരു മഴ ചെറുതായിട്ട് പെയ്തു. എന്നാലും നമ്മളാണെങ്കിൽ ക്യാമറയും കാര്യങ്ങളും ഒക്കെ എടുത്ത് ബാഗിനകത്ത് വെച്ചു. പിന്നെ നമ്മളാണെങ്കിൽ പൊക്കത്ത് കയറാത്തതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഇതാണ് അവസ്ഥ. ഇത്രയും കോടയിലാണെങ്കിൽ നമ്മൾ പൊക്കത്ത് കയറി കഴിഞ്ഞാൽ അവിടെയുള്ള കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല, ചുമ്മാ കയറുക എന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളാണെങ്കിൽ തിരിച്ചു പോകാൻ വേണ്ടി പോവാണ്. അതായത് വന്ന വഴി നമ്മളാണെങ്കിൽ എത്തി. നമ്മളാണെങ്കിൽ പിന്നെ കോട്ടും കാര്യങ്ങളൊക്കെ, മഴ റെയിൻകോട്ടും കാര്യങ്ങളൊക്കെ വച്ചെടുത്ത് എത്തിയിട്ടുണ്ട്. ഇതുകൊണ്ടോ എവിടെ കോട്ട എവിടെ? വേണ്ട. അപ്പം അവിടെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ തിരിച്ചു പോകാൻ വേണ്ടി പോവാണ്. അതുകൊണ്ട് ഇതാണ് വഴി. ഇതൊരു വഴിയാണെന്ന് കണ്ടാൽ മനസ്സിലാവില്ല. അന്നേരം നേരെ ഇറങ്ങി ട്രക്കൊക്കെ ചെയ്ത് താഴെ പോയിട്ട് വണ്ടിയെടുത്ത് വീട്ടിൽ പോകണം. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്താൽ നമ്മൾ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പം അടുത്ത ആഴ്ച ഒരു പുതിയ വീഡിയോ കാണാമെന്ന പ്രതീക്ഷയോടെ